നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെത്തി നിയമം ലംഘിച്ച പ്രവാസികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ആഭ്യന്തര മന്ത്രാലയം. പിടിയിലാകുന്നവരുടെ എണ്ണം ഓരോ ആഴ്ചയും കൂടി വരികയാണ്. ഈ മാസം 22 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ നിയമം ലംഘിച്ച് പിടിയിലായവരുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഒരാഴ്ചക്കിടെ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ 12,436 പ്രവാസി നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. റെയ്ഡുകളിൽ പിടിയിലായവരിൽ 6,911 പേർ ഇഖാമ നിയമലംഘകരും 3,249 പേർ നുഴഞ്ഞുകയറ്റക്കാരും 2,276 പേർ തൊഴിൽ നിയമ ലംഘകരുമാണ്. ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 198 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 35% പേരും യമൻ സ്വദേശികളാണ്. 55% പേർ എത്യോപ്യക്കാർ, 10% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അതിർത്തികൾ വഴി അനധികൃത രീതിയിൽ രാജ്യം വിടാൻ ശ്രമിച്ച 44 പേരും ഇഖാമ തൊഴിൽ നിയമലംഘകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ജോലിയും താമസവും യാത്രാ സൗകര്യവും നൽകിയ 8 പേരും അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ 47,388 നിയമലംഘകരാണ് നടപടിക്രമങ്ങൾക്ക് വിധേയരായത്. ഒരാഴ്ചക്കിടെ 8,028 നിയമലംഘകരെ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഗതാഗതമോ പാർപ്പിടമോ എന്തെങ്കിലും സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ പരമാവധി 15 വർഷം വരെ തടവും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ 1 ദശലക്ഷം റിയാൽ വരെ പിഴ, വാഹനങ്ങൾ, അഭയം നൽകിയ സ്ഥലം എന്നിവ കണ്ടുകെട്ടൽ എന്നീ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. അതുപോലെ താമസ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി സൗദിയിൽ പുതിയ തൊഴിൽ വിസയിൽ എത്തുന്നവർക്കുള്ള ഇഖാമ കാലാവധി കുറയ്ക്കുകയുണ്ടായി. നേരത്തെ സൗജന്യമായി അനുവദിച്ചിരുന്ന 3 മാസത്തെ അധിക ഇഖാമ കാലാവധി നിർത്തലാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു. ഇതുവരെ 15 മാസം കാലാവധിയുള്ള ഇഖാമയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ 12 മാസം കാലാവധിയുള്ള ഇഖാമ മാത്രമേ പ്രവാസികൾക്ക് അനുവദിക്കുകയുള്ളൂ. സൗദിയിൽ പുതിയതായി തൊഴിൽ വിസയിൽ എത്തുന്ന എല്ലാ വിദേശികൾക്കും പ്രവാസികൾക്കും 15 മാസം കാലാവധിയുള്ള ഇഖാമയായിരുന്നു ഇതുവരെ അനുവദിച്ചിരുന്നത്. 12 മാസത്തെ ഇഖാമയോടൊപ്പം 3 മാസം സൗജന്യമായി ലഭിക്കുന്ന അധിക കാലാവധിയും ചേർത്തായിരുന്നു ഇത്. എന്നാൽ അധികമായി 3 മാസത്തെ ഇഖാമ അനുവദിക്കുന്ന രീതി ഒഴിവാക്കാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. വർഷങ്ങളായി സൗദിയിൽ തുടർന്നു വരുന്ന രീതിക്കാണ് ഇതോടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ മുഴുവൻ സേവനങ്ങളും ഖിവ പോർട്ടലിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.